ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മള് ഇന്നലെ ഒരു വീഡിയോയില് നമ്മളുടെ ഇനി വരാൻ പോകുന്ന 2025-ലും 2026-ലും ആയിട്ട് വരാനായിട്ട് പോകുന്ന കുറെ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് എന്ന് വരുന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ VFA ഉണ്ടല്ലോ, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും നിയമനങ്ങളും കട്ട് ഓഫ് മാർക്കും എത്ര അഡ്വൈസ് ഇതുവരെ പോയി എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു PSC എഴുതുന്ന ആളോ അല്ലെങ്കിൽ VFA പോലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. കാരണം ഇപ്പോൾ ഒരാൾ വീഡിയോ കാണുന്ന അയാളുടെ ജില്ല കഴിഞ്ഞു എന്ന് വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കാരണം വേറൊന്നുമല്ല, എല്ലാവരും അവരവരുടെ ജില്ലയിൽ തന്നെ ആവണം എന്നില്ല കൊടുക്കുന്നത്, അല്ലെ? അപ്പോൾ ഒരുപാട് വേറെ ജില്ലകളിൽ കൊടുത്തിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഓരോ ജില്ലകളിലെയും നിയമനം എങ്ങനെയാണ്, കട്ട് ഓഫ് എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ അഡ്വൈസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാം വരുന്ന സമയത്ത് എവിടെ കൊടുക്കണം, എങ്ങനെയാണ് നിയമനങ്ങളുടെ ഒരു നില, എങ്ങനെയാണ് ഏറ്റവും കുറവ് എവിടെയാണ്, കൂടുതൽ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ് നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 22/2/2024 ഓക്കെ, 2024 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് 555 പേരാണ്. എത്ര പേരാണ്? 555 പേരാണ്. ഇതില് മെയിൻ ലിസ്റ്റിൽ എന്ന് പറയുന്നത് 254 പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് മാർക്ക്, VFAക്ക് തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 74 മാർക്കായിരുന്നു. എത്രയായിരുന്നു? 74 മാർക്കായിരുന്നു. വൺ ഓഫ് ദി ഹയസ്റ്റ് കേട്ടോ. VFAയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന മാർക്കുകളിൽ ഒന്നാണ് ഈ 74 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 74 മാർക്ക് മേടിച്ചിട്ടുള്ള 254 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ടോട്ടൽ ഇന്ന് വരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് 131 അഡ്വൈസ് ആണ്. ഓക്കെ, 254-ല് 131 അഡ്വൈസ് ആണ് ഇന്ന് വരെ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ എത്രയാണ്? 102-ാം റാങ്കുള്ള ആൾക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. 102-ാം റാങ്കുള്ള ആൾക്കാണ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 131 ലാസ്റ്റ്, അതായത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് എന്നാണ്? 10/4/2025. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 10/4/2025 പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തിരുവനന്തപുരത്തിന്റെ നമുക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊല്ലം. ഓക്കെ, കൊല്ലത്തിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 9/1/2024 9/1/2024 വന്നിട്ടുണ്ടായിരുന്നത് ലിസ്റ്റില്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് 581 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. എത്ര പേരാണ്? 581 പേരും. മെയിൻ ലിസ്റ്റിൽ എന്ന് പറയുന്നത് 281 പേരുമാണ് ഉണ്ടായിരുന്നത്. കൊല്ലത്തിൽ 281 പേരാണ് ഷോർട്ട് ലിസ്റ്റ് അഥവാ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലത്തിന്റെയും കട്ട് ഓഫ് 74 ഓക്കെ, 74. അപ്പോൾ 281 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് ഇന്ന് വരെ പോയിരിക്കുന്നത് എത്ര പേർക്കാണ്? 81 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 56-ാമത്തെ റാങ്കുള്ള ആൾക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 26/4/2025. ഓക്കെ, ഈ ഡേറ്റിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 81. ഓക്കെ, അടുത്തത് ഏതാണ്? ആലപ്പുഴയാണ് അല്ലെ. ആലപ്പുഴയിലെ റാങ്ക് ലിസ്റ്റ് വന്നത് 22/11/2023. ചിലത് 24-ലും ചില ലിസ്റ്റുകൾ 23-ലും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിസ്റ്റുകൾ അവസാനിക്കുന്നത് 2026-7 കൂടിയിട്ടാണ്. ഓക്കെ, 2026-27 കൂടിയിട്ടാണ് ഇതിന്റെ ലിസ്റ്റുകൾ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഒരു എക്സാം നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് PSCക്ക് പബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്? റാങ്ക് ലിസ്റ്റ് 2026 ലാസ്റ്റോട് കൂടിയിട്ട് അവസാനിക്കുന്നുണ്ട്. 2027 ഫസ്റ്റോട് കൂടിയിട്ട് അവസാനിക്കുന്ന ചില ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ആലപ്പുഴ എന്ന് പറയുന്നത് എപ്പോഴാണ്? 22/11/2023. ഓക്കെ, അപ്പോൾ ഇതാണ് ആലപ്പുഴയിൽ റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ 335 പേരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ആലപ്പുഴയുടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. എന്താണ് പ്രോബബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത്? 335 പേരാണ് കേട്ടോ. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നത് 22/11/2023. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? 147 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.76 ആയിരുന്നു. 70.76 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 58 പേർക്കാണ് ആലപ്പുഴയിൽ ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 43 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ഡേറ്റ് എത്രയാണ്? 3/4/2025 കേട്ടോ. 3/4/2025. ഓക്കെ, അടുത്തത് ഏതാണ്?
അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 1/12/2023 പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെ. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 293 പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 293 പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 134 പേരും ആയിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതില് 70.76 തന്നെയായിരുന്നു പത്തനംതിട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ അഡ്വൈസ് എത്ര പേർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്? 48 പേർക്ക് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 26 പേർക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് എപ്പോഴാണ്? 28/3/2025 പോയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കോട്ടയം. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 4/1/2024 പ്രോബബിലിറ്റി ലിസ്റ്റിൽ 347 പേരുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 158 പേരാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് എത്രയാണ്? 71.33 ആയിരുന്നു കട്ട് ഓഫ്. ഓക്കെ, അപ്പൊ ഇതുവരെ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്? 78 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 58ാം റാങ്കുകാരനും അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 4/4/2025 4/4/2025 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് എറണാകുളം. എറണാകുളത്തില് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 22/12/2023 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് 541 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 264 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 72 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, 72 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 139 പേർക്കാണ്. ഓപ്പൺ കാറ്റഗറിയിൽ 121ാമിനും ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ അഡ്വൈസ് പോയ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/4/2025 ഓക്കെ, 16/4/2025 അഡ്വൈസ് പോയിരിക്കുന്നത്. ഇടുക്കിയിലാണെങ്കിൽ 25/1/2024 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് 341 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 156 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലിസ്റ്റിൽ 341, മെയിൻ ലിസ്റ്റിൽ 156 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 68 മാർക്കായിരുന്നു. 68 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് വെറും 35 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ കാറ്റഗറിയിൽ 26 പേർക്കാണ് 26ാം റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ അഡ്വൈസ് പോയ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/3/2025 ഓക്കെ, അടുത്ത എന്താണ്? അടുത്തത് തൃശ്ശൂർ അല്ലെ. തൃശ്ശൂരില് റാങ്ക് ലിസ്റ്റ് വന്നത് 12/12/2023 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് 599 പേര് 599 പേരും മെയിൻ ലിസ്റ്റിൽ 282 പേരുമാണ് ഉണ്ടായിരുന്നത്. എത്ര പേരാണ്? 282 പേരാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? 72.67 ആയിരുന്നു. 72.67 ആയിരുന്നു. ഓക്കെ, 72.67 ആയിരുന്നു മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ അഡ്വൈസ് തൃശ്ശൂരിൽ പോയിരിക്കുന്നത് 155, OC വന്നിട്ട് 120ാമത്തെ ആൾക്കും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 23/4/2025 ഓക്കെ, ടോട്ടൽ അഡ്വൈസ് എത്രയാണ്? 155, ഓപ്പൺ കാറ്റഗറിയിൽ 120ാമത്തെ ആൾക്ക്. ഓക്കെ, അടുത്തത് പാലക്കാട്. പാലക്കാടിലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് 4/1/2024 ടോട്ടൽ ലിസ്റ്റിൽ എന്ന് പറയുന്നത് 582 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 280 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 71.67 ആയിരുന്നു. 71.67 ആയിരുന്നു. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് എത്ര പേർക്കാണ് ഇതുവരെ പോയിരിക്കുന്നത്? ഇതുവരെ പോയിരിക്കുന്നത് 121 പേർക്കാണ് പോയിരിക്കുന്നത്. അതിൽ 93 കേട്ടോ, 93 ഓപ്പൺ കാറ്റഗറിയിലുള്ള റാങ്കുകാരന് പോയിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 15/4/2025 ഓക്കെ, മലപ്പുറത്തെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 4/1/2024 ലിസ്റ്റിൽ 497 പേരുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 237 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് 72 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ 127 അഡ്വൈസ് പോയി. OC വന്നിട്ട് 96ാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് 4/3/2025 ഓക്കെ, അടുത്ത എവിടെയാണ്? അടുത്തെന്ന് പറയുന്നത് കോഴിക്കോടാണ്. റാങ്ക് ലിസ്റ്റ് വന്നത് 21/12/2023 ലിസ്റ്റില് 373 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 373 പേരുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 163 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 74.67 ആണ്. 74.67 ആണ്. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 61 പേർക്കാണ് പോയിരിക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 46ാമത്തെ ആൾക്കാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് 88/4/2025 ഓക്കെ, അടുത്ത എവിടെയാണ്? വയനാടാണല്ലേ. വയനാട് എന്ന് പറയുന്നത്
1/12/2023 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രോബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ട് 236 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 236 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 104 പേരാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.33 ആയിരുന്നു. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് എത്ര പേർക്ക് പോയിട്ടുണ്ട്? 15 പേർക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിൽ 11-മനാണ് ലിസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 26/4/2025. ഓക്കെ, അടുത്തത് എവിടെയാണ്? അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ എങ്ങനെയാണ്? കണ്ണൂര് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 10/1/2024 പ്രോബിലിറ്റി ലിസ്റ്റിൽ 423 പേരാണ് ഉണ്ടായത്. 423 പേരാണ് കേട്ടോ. ഓക്കെ, റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നത്? 10/1/2024 കണ്ണൂരിന്റെ വന്നത്. പ്രോബിലിറ്റി ലിസ്റ്റിൽ 423 പേരുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 194 പേരാണ്. കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 74 മാർക്കാണ് അല്ലെ. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 118 പേർക്കാണ് ഇതുവരെ പോയിട്ടുള്ളത്. OC-യിൽ വന്നിട്ട് 88-ാം റാങ്കുകാരന്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 28/4/2025 ഓക്കെ, കാസർഗോഡിൽ എങ്ങനെയാണ്? കാസർഗോഡിൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 4/1/2024 പ്രോബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ട് 387 പേർക്കാണ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 178 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിലെ കട്ട് ഓഫ് 70.67 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 52 പേർക്കാണ്. ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ 40-ാമത്തെ ആൾക്കാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 3/5/2025 ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇത്രയും നോക്കിയതിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കോഴിക്കോടാണ് കേട്ടോ. ഏറ്റവും കൂടിയ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടാണ്. പിന്നീട് നമ്മുടെ കണ്ണൂരുണ്ട് അല്ലെ, 74 മാർക്ക്. പിന്നെ എവിടെയാണ്? പിന്നെ പറയുന്നത് നമ്മുടെ കൊല്ലം ഉണ്ടെന്ന് തോന്നുന്നു. കൊല്ലം. ഓക്കെ, കണ്ടോ, കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരം. ഓക്കെ, 74 മാർക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നിയമനങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് നിയമനങ്ങൾ നടന്നിരിക്കുന്നത് 131 മാർക്ക് ഇതിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറെ എവിടെയാണ് നടന്നിട്ടുള്ളത്? എറണാകുളത്ത് നടന്നിട്ടുണ്ട് കേട്ടോ. 139 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പാലക്കാട് നടന്നിട്ടുണ്ട്, തൃശ്ശൂർ നടന്നിട്ടുണ്ട്, മലപ്പുറത്ത് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരും നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് 100-ൽ കൂടുതൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് നിയമനം നടന്നിരിക്കുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. എത്രയാണ്? വെറും 15 അഡ്വൈസ് മാത്രമാണ് VFAയിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഓരോരുത്തരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ വയനാടും വയനാട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ എന്താ നമ്മുടെ ഇടുക്കിയിലൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും ഈ കട്ട് ഓഫ് കുറവാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം കട്ട് ഓഫ് കുറവുള്ള ജില്ലകളിലൊന്നും നിയമനങ്ങളില്ല. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ 74 മാർക്ക് ഇതൊക്കെ ഉള്ള ജില്ലകളിൽ നല്ല രീതിയിൽ നിയമനങ്ങളുണ്ട്. ഓക്കെ, 131 ആണെങ്കിലും ശരി. കൊല്ലത്താണ് കുറച്ച് കുറവ്. പക്ഷെ ഇതുണ്ടോ, നമ്മുടെ ആലപ്പുഴയിൽ അത്യാവശ്യം ആലപ്പുഴയിലല്ല, നമ്മുടെ കണ്ണൂരാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, ഇവിടെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോ ഇത്രയാണ് VFAയുടെ പറയാനായിട്ടുള്ളത്. നിയമനം റാങ്ക് ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതെന്തായാലും ഈ ഓഗസ്റ്റ് ടു ഡിസംബറിന്റെ ഉള്ളിൽ വരും എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ വർഷം എന്തായാലും ഇതിന് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. പഠിക്കാനുള്ളവര് എന്തായാലും ഈ വർഷം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.